PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച KSU തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. PM ശ്രീക്കെതിരെ സമരം ചെയ്യുന്ന KSUക്കാർ അടക്കമുള്ളവർ ദയവായി അവരുടെ വിശ്വപൗരൻ ശശി തരൂർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. Look, I don't know what the basis is for the CPI to oppose it, but as a Kerala Janapratinidhi, somebody who serves the people here, I can say that we need the centre's money in order to be able to pay our teachers, fix our roofs, look after our schools, improve our education. It is foolish to stand on an issue. After all, the centre cannot dictate the curriculum. If they are saying we will not take 1,500 crores of centre's money because they are going to saffronize our education, then they are lacking in self-confidence. To my mind, Kerala knows how to teach, what issues to teach, what issues not to teach, but the centre's money we need. This is taxpayers' money. And the Kerala taxpayer is also entitled to benefit from it. കോൺഗ്രസിന്റെ വിശ്വപൗരൻ ഈ വിഷയത്തിൽ പറയുന്നത് ഒരു വസ്തുതയാണ്. PM ശ്രീ എന്ന പദ്ധതിയിൽ ചേർന്നാലും കേരളത്തിലെ സ്കൂളുകളിലെ സിലബസ് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രമായിരിക്കും. അക്കാഡമിക് കാര്യങ്ങളോ പാഠ്യപദ്ധതിയോ PM ശ്രീ ധാരണാപത്രത്തിന്റെ ഭാഗമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. CPI ബഹളമുണ്ടാക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ തങ്ങൾ ഭരിച്ച രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങി നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ വരെ PM ശ്രീ നടപ്പാക്കി ഫണ്ട് മുഴുവൻ വാങ്ങിയെടുത്ത കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് എന്നത് വ്യക്തമാകുന്നില്ല. PM ശ്രീ വിഷയത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. PM ശ്രീയിൽ കേരളം ചേരാതെ സംസ്ഥാനത്തിന് സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി അടക്കമുള്ള കേന്ദ്ര പദ്ധതികളിൽ ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടി രൂപ നൽകില്ലെന്ന ഗുണ്ടാ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതായത് SSA പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്കൂളുകളുടെയും ലക്ഷക്കണക്കിന് അധ്യാപകരുടെയും ശമ്പളവും പ്രവർത്തനവും അടക്കം ആശങ്കയിലാണ്. പാവപ്പെട്ട SC/ST വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക അടക്കം ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് കേന്ദ്രത്തിലെ BJPയുടെ ഗുണ്ടാ സർക്കാർ. ഈ ഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് ഒരംശം പോലും പണയം വയ്ക്കാതെ തന്ത്രപരമായി ലഭിക്കാനുള്ള ആയിരക്കണക്കിന് കോടി രൂപ നേടിയെടുക്കാൻ മാത്രമാണ് ഇപ്പോൾ ഇടതു സർക്കാർ PM ശ്രീയിൽ ഭാഗമാകുന്നത്. അല്ലാതെ ചില ഗൂഢകേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ കേന്ദ്രത്തിന്റെ കാവി സിലബസ് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കാൻ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ ഹിമാചൽ പ്രദേശോ അല്ല, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്.